ഹലോ, എല്ലാവർക്കും രേഷ്മാസ് ഡയറിയിലേക്ക് സ്വാഗതം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിലാണ് യുദ്ധം. രാവിലെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും പ്ലാൻ ചെയ്തിട്ടായിരുന്നു ഞാൻ കിടന്നത് കേട്ടോ. അല്ലെങ്കിൽ എല്ലാ വീട്ടമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. രാത്രി കിടന്നുറങ്ങുമ്പം പിറ്റേന്ന് എന്താണ് തയ്യാറാക്കേണ്ടത്, ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് തയ്യാറാക്കേണ്ടത്, ഉച്ചക്കത്തേക്ക് എന്താണ് തയ്യാറാക്കേണ്ടത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ കണക്ക് കൂട്ടിയെങ്കിലും ആയിരിക്കും കിടന്നുറങ്ങുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളം ചൂടായപ്പോൾ അരി കഴുകി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പുമാവിന് വേണ്ടി ഞാൻ റവപ്പൊടി, അത് നമ്മൾ വറുത്ത റവയാണെന്ന് ഉണ്ടെങ്കിലും ഞാൻ അതൊന്നും കൂടി ഒന്ന് വറക്കും കേട്ടോ, എങ്കിലേ ആ ഉപ്പുമാവ് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി എന്നാൽ ആ ഉപ്പുമാവൊന്ന് നന്നായിട്ടൊന്ന് വറുത്തൊന്ന് ഉപ്പുമാവിനുള്ള മാവൊന്ന് അതിൻ്റെ പൊടിയൊന്ന് വറുത്തിട്ടൊന്ന് മാറ്റി വെക്കാം എന്ന് കരുതി. ഞാനുണ്ടല്ലോ വ്ളോഗ് തുടങ്ങിയതിന് ശേഷം പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്താലും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാതിരിക്കുമ്പം എന്തോ എനിക്കങ്ങോട്ട് പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു റൊട്ടീൻ തന്നെ, നമ്മുടെ ആ വെള്ളം കുടിയുണ്ടല്ലോ, അത് ഞാൻ സ്ഥിരം കുടിക്കും, മറക്കാറില്ല. പിന്നെ നമ്മുടെ സ്ഥിരം കാണുന്ന കാഴ്ച തന്നെ, എൻ്റെ സുന്ദരിമണി എൻ്റെ കൂടെ ചുറ്റിപ്പറ്റി എന്നെ നിൽക്കുന്നത്. ഒരു വ്ളോഗർ ആയതിൽ പിന്നെ വീട് എപ്പോഴും നീറ്റായിട്ട് വെക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. കാരണം ക്യാമറ എങ്ങോട്ടാണ് തിരിക്കേണ്ടി വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണേ. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഉപ്പുമാവിലേക്ക് തന്നെ തിരിച്ചു വരാം. ഉപ്പുമാവിനുള്ള അതിൻ്റെ മാവെല്ലാം നന്നായിട്ട് വറുത്ത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്ത് പാത്രത്തിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് ചായക്കുള്ള വെള്ളം വെച്ചേക്കുകയാണ് കേട്ടോ. നമുക്ക് ചട്ടി വീണ്ടും അടുപ്പ് കത്തിക്കാം, ചട്ടി വെക്കാം, ഇത് തന്നെയാണ് പരിപാടി. രാവിലെ അടുപ്പ് കത്തിക്കുന്നു, അണയ്ക്കുന്നു, പിന്നെയും കത്തിക്കുന്നു, പിന്നെയും അണയ്ക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും, എന്നാൽ പിന്നെ കത്തിച്ച് ഇങ്ങനെ വെച്ചുകൂടെ, എൻ്റെ അടുത്ത ചട്ടികൾ വെച്ചുകൂടെ. നോ, ഗ്യാസ് പാഴാകും. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് ഗ്യാസ് പാഴാകും. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അത് തീർന്നു കഴിയുമ്പോൾ അപ്പോൾ ഓഫാക്കുക, പിന്നെ വീണ്ടും അടുത്തത് വെക്കാൻ നേരം കത്തിക്കുക. അല്ലാതെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മാറ്റി വെക്കാൻ എനിക്കത് അറിയത്തില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കണം, മെയിനായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ അതാണ് നമ്മുടെ ഉപ്പുമാവിലേക്ക് വീണ്ടും ഞാൻ തിരിച്ചു വന്നിരിക്കുന്നു. ചട്ടി എല്ലാം വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പോൾ നമ്മൾ അതിനകത്തേക്ക് സവാളയും ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി, പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഈ ഉപ്പുമാവ് ടാസ്ക്കാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിലും പക്ഷേ ഭയങ്കര ടാസ്ക്കാണ്. വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഉപ്പുമാവ് വേറെ പായസം പരുവത്തിലായി പോകും. അതുകൊണ്ട് നമ്മൾ ഉപ്പുമാവ് വെക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പം നല്ല അളവിനൊക്കെ നോക്കി ഒഴിക്കുക കേട്ടോ. വെള്ളത്തിനകത്താണ് ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുത്തത്. മഞ്ഞളിട്ട് കൊടുക്കുന്നത് നമ്മുടെ ഉപ്പുമാവ് ഒരു മഞ്ഞ കളറായിട്ട് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ആ മഞ്ഞളിട്ട് കൊടുത്തത്. പിന്നെ നമ്മുടെ മാവൊക്കെ ഇട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴത്തേനും നമ്മുടെ ചായ സെറ്റായിട്ടുണ്ടായിരുന്നു. ചായ പോലും നാക്കുളുക്കുന്ന ചായ ഞാൻ ഒഴിക്കുകയാണ് രണ്ടുപേർക്കും കൊണ്ടു കൊടുക്കാൻ. അച്ഛനും മോനും എണ്ണീറ്റിട്ടില്ല, നേരെ നന്നായിട്ട് വെളുത്തിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ ആയിട്ട് രണ്ടുപേർക്കും കൊണ്ട് കൊടുത്തിട്ട് വരാം കേട്ടോ. നമ്മൾ അപ്പോഴത്തേക്കും രാവിലെ എല്ലാം വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറ് വെന്തു, നമ്മുടെ ഉപ്പുമാവ്, പിന്നെ മീൻ വറുത്തത്, പിന്നെ രസം. ഇവിടെ പാർത്തമ്മോൻ ഇപ്പോൾ രസം വേണം കേട്ടോ. രസം ഇല്ലാതെ അവൻ ചോറ് കഴിക്കത്തില്ല. അപ്പോൾ സ്ഥിരം ഇവിടെ രസമുണ്ട്. പിന്നെ ഒരു തേങ്ങാ ചമ്മന്തിയുണ്ട്. പിന്നെ ആണെങ്കിൽ പാവയ്ക്ക കൊണ്ടാട്ടം. ഞാനിവിടെ പാവയ്ക്ക വാങ്ങിച്ചപ്പം ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്കായും കുറേ ഉണങ്ങിയ കാന്താരിമുളകും തേങ്ങാക്കൊത്തും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് വറുത്തതാണ്. പിന്നെ നമ്മളെ വീട്ടിൽ വരുന്ന അന്തേവാസികൾക്ക് ചോറ് കൊടുത്തു. പിന്നെ എൻ്റെ സുന്ദരിക്കും ചോറ് കൊടുത്തു. പിന്നെ കുറേ പാത്രങ്ങൾ ഇനി കഴുകാനുണ്ട്. പിന്നെ അണ്ണൻ പോയി കേട്ടോ, അണ്ണൻ ജോലിക്കായിട്ട് പോയിട്ടുണ്ട്. ഇനി പാർത്ഥനെ പറഞ്ഞു വിടണം, അവന് ട്യൂഷന് പോകണം. അവന് 8:30ക്കാണ് ട്യൂഷൻ. ഇപ്പോൾ സമയം 8 മണിയോളം കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പല്ല് തേക്കാതെ കുളിക്കാതെ ഫോണും പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ പാർത്ഥനും പോയി. ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് കരുതി കുറച്ച് ഉപ്പുമാവും 2 പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്നെ ഇങ്ങനെ മങ്ങി കാണുന്നത്. ഒന്നാതെ കാണാൻ പറ്റത്തില്ല, അത് വേറൊരു സത്യം. പിന്നെ കറണ്ടും കൂടി ഇല്ലാതായപ്പോൾ ഒട്ടും കാണാൻ പറ്റുന്നില്ല, അത് മറ്റൊരു സത്യം. എന്തായാലും സത്യങ്ങളുടെ കൂമ്പാരമാണല്ലോ ഈശ്വര ഇന്ന്. അപ്പം ഞാൻ ഉപ്പുമാവ് കഴിക്കുകയാണ് കേട്ടോ. പഴമൊക്കെ ഇങ്ങനെ ഞെവടി അങ്ങോട്ട് കഴിക്കുകയാണ്. പിന്നെ ഉപ്പുമാവൊക്കെ കഴിച്ചതിന് ശേഷം പാർത്തമ്മോൻ ട്യൂഷനിൽ നിന്ന് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ വീട്ടിൽ വരെ പോയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, ആരും വന്നിട്ടില്ല, മോനും വന്നില്ല, അണ്ണനും വന്നില്ല. എനിക്ക് പോകേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ബസ് കയറാനായിട്ട് കാത്തിരിക്കുകയാണ്. ബസ് വന്നു. ഞാൻ മലനടയിൽ എത്തി കേട്ടോ. നമ്മുടെ മലനടയിൽ മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടോ. മഴയൊക്കെ പെയ്തപ്പം വയലിലൊക്കെ വെള്ളമായി, അടിപൊളി, നല്ല പച്ചപ്പാണ്, നല്ല സൂപ്പറായിരുന്നു. നമ്മളിപ്പോൾ വന്ന് കണ്ടാൽ തന്നെ അടിപൊളിയാണ് കേട്ടോ. നല്ല രസമാണ് കാണാൻ.
അങ്ങനെ ഇന്നത്തെ എൻ്റെ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. വളരെ സിമ്പിളായിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തന്നൊരു ദിവസമായിരുന്നു. എൻ്റെ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് ഡയറി കുറിപ്പുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും സ്നേഹത്തോടെ ടാറ്റാ.